ഞാൻ അങ്ങോട്ട് വരട്ടെ. ഞാൻ അങ്ങോട്ട് വെക്കടി, വെക്ക, ഫോൺ വെക്ക. ഒരു ഭാര്യയെ പ്രേമിക്കുന്നതും ഒരു കല്യാണം കഴിക്കുന്നതുമാണ് ജീവിതത്തിൽ മനസ്സമാധാനം. ശവത്തെ കുത്തല്ലേടാ. മുതലാളി ഇപ്പോഴും പഴയകാല ചിന്താഗതിയിൽ കിടക്കണം, അപ്ഡേറ്റഡ് ആവണം. ഇപ്പൊ മുതലാളിയുടെ ഭാര്യ വിളിച്ചപ്പോഴേക്കും മുതലാളി ഡസ്പായോ? ഇങ്ങനെ ഡസ്പാവുന്ന സമയത്ത് ഊർജ്ജം കയറ്റാൻ വേണ്ടി ഒരു പെണ്ണ് വിളിച്ചിട്ട് ചേട്ടാന്ന് വിളിച്ചാൽ എങ്ങനെ ഇരിക്കും? രസം ഉണ്ടാവില്ലേ? അങ്ങനെ ഇങ്ങനെ മുതലാളിനെ ഇങ്ങനെ ഉന്മേഷത്തോടെ കൊണ്ടുവന്ന അത് മുതലാളിക്ക് ഇഷ്ടമാണോ? ഒരു താല്പര്യം ഉണ്ടോ? അങ്ങനെ എങ്കിൽ വിട്ടേക്ക്. അല്ല അതെ, ഈ എങ്ങനാടാ ഒരു അല്ല ഈ എന്നാ എക്സസൈസോ? അല്ല, നീ പറഞ്ഞ ഇപ്പൊ ഒരു ഊർജം ഉണ്ടല്ലോ, അത് മുതലാളിക്ക് താല്പര്യം ഉണ്ടോ? താല്പര്യമൊന്നുമില്ല. എന്നാ വിട്ടേക്ക്. എന്നാ അത് താല്പര്യം ഉണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മള് പ്രേമിക്കുമ്പോൾ എന്ന് പറഞ്ഞല്ലോ, നമ്മള് ഭയങ്കര ചെറുപ്പാകും. ഭയങ്കര ചെറുപ്പാകും. അതായത് നമ്മള് രാവിലെ മുതലാളിയുടെ ഭാര്യ എണീറ്റ് വരുന്നു, മുതലാളിക്ക് ചായ. ദിവസം പോയോ? അത് കഴിഞ്ഞ് മുതലാളിയുടെ കാമ വിളിച്ച് ചേട്ടാ എണീറ്റോ, അപ്പായോ, കേറിയോ, ഗ്രാഫ് കേറിയോ? ഉച്ചയാകുമ്പോഴേക്കും ചേട്ടൻ കഴിച്ചോ? ചേട്ടൻ ഇന്ന് എന്നെ കാണാൻ വരുമോ? ചേട്ടൻ രാത്രി വിളിക്കോ? എനർജി ആയില്ലേ? എന്റെ മുതലാളി, ഞാൻ അങ്ങനെയല്ല ഇവിടെ ജീവിച്ചു പോണത്. മുതലാളി ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ഇവിടെ ഒരു തൊഴിലാളിയായിട്ട് ഇവിടെ ജീവിച്ചു പോകുമ്പോഴേക്കും മുതലാളി എല്ലാ ദിവസം എന്നെ തെറി പറയുമല്ലോ. പക്ഷെ ഞാൻ ഇങ്ങനെ പയറ് പോലെ ചാടിച്ചാടി നടക്കണ കാര്യം എന്നാ? ഈ ഒരു എനർജി. പെണ്ണുങ്ങൾ ഇങ്ങനെ വന്ന് മുതലാളിനെ സ്നേഹിച്ച് ഒഴുകണം. മുതലാളിനെ ഇങ്ങനെ ഉയരങ്ങളിലേക്ക് എത്തിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, കല്യാണം കഴിച്ചിട്ട് പ്രേമിക്കുമ്പോൾ സൂക്ഷിക്കണം. കയ്യിൽ പെട്രോൾ വെച്ചിട്ട് ബീഡി വലിക്കുന്ന പോലെയാണ്. അങ്ങനെ കത്താട്ടിരുന്നാ മതി. 1% ഉണ്ട്, അവിടെ നമ്മൾ രക്ഷപ്പെടണം. ഈ ബീഡിയുടെയും പെട്രോളിന്റെ ഇടയ്ക്ക് ഒരു ലൈഫ് ഉണ്ട്, അത് നമ്മൾ എൻജോയ് ചെയ്ത് തുടങ്ങും. പിടിക്കപ്പെടാതിരിക്കാൻ അവിടെയാണ് സുഖമുണ്ടോ? ഞാൻ കല്യാണം കഴിയുന്ന കാര്യം തന്നെ എനിക്ക് വയ്യ. അങ്ങനെ ഒരാളെ കണ്ടുപിടിച്ച് പ്രേമിക്കേ. ഒരു നമ്പർ ഞാൻ ഫോൺ എടുത്തിട്ടോ. ഇത് ശീലാക്കരുത് കേട്ടോ. പക്ഷെ ഉണ്ടല്ലോ മുതലാളി, ഇന്ന് നമ്പർ തന്ന് കസ്റ്റമേഴ്സ് വരുമ്പോ ഞാൻ പണിയെടുക്കണ്ടേ? നീ പണിയെടുക്കണ്ട. ഞാനല്ലേ എല്ലാം പണിയെടുക്കുന്നത്. അപ്പൊ ക്യാഷ്യർ ആരാ? നീ തന്നെ. എന്നാ നമ്പർ തരാം. ഇത് നമ്മുടെ മറ്റേ തിരുവനന്തപുരം കഴക്കൂട്ടത്തുള്ള എഞ്ചിനീയറിംഗ് കോളേജിലെ കൊച്ച. ഒരു മനസ്സിലൊരു കുറ്റബോധം, ഒരു പാപം ചെയ്യാൻ പോകുന്ന തോന്നണുണ്ടല്ലേ? പാപം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സ് ഈ ശരീരത്തിലുണ്ടോ? വിളിച്ചോ. എള്ളുണ്ടല്ല, ബെല്ലുണ്ട്. ഹലോ ഹലോ ഹലോ, ആരാ? പീതാംബരക്കുറുപ്പ്. എന്താ അപ്പൂപ്പ? എന്താ അപ്പൂപ്പ? അപ്പൂപ്പാന്ന് നിങ്ങള് വീഡിയോ കോളാണോ ചെയ്തേ? പിന്നെ നിങ്ങൾക്ക് ഇത്ര നിങ്ങൾ ശരിയല്ല. ഇതിനൊക്കെ ഒരു നാക്കുണ്ട്.